എല്ലാവർക്കും ഉണ്ണീസ് വെള്ളിയിലേക്ക് സ്വാഗതം. ഇന്ന് മീനമാസത്തിലെ അശ്വതിയാണ്. ഞാൻ ചെട്ടികുളങ്ങര അമ്മയെ കാണുവാനായി ചെട്ടികുളങ്ങര ദേവീക്ഷേത്രത്തിലേക്ക് പോവുകയാണ്. ഇപ്പോൾ ബസ്സിൽ കയറി ഇനി ഏതാണ്ട് ഒരു അരമണിക്കൂർ കൊണ്ട് ചെട്ടികുളങ്ങരയിൽ എത്തുമെന്നാണ് എൻ്റെ ഒരു വിശ്വാസം, ട്രാഫിക് ബ്ലോക്കൊന്നും വന്നില്ലെങ്കിൽ. അപ്പോൾ നമുക്ക് അമ്മയെ കണ്ട് അമ്മയുടെ അനുഗ്രഹം നേടാം. ഇന്ന് അമ്മയുടെ അശ്വതി മഹോത്സവമാണ്. നാനാദേശങ്ങളിൽ നിന്ന്, ഓണാട്ടുകരയുടെ വിവിധ ഭാഗങ്ങളിൽ നിന്ന് എന്താണ് അമ്മയ്ക്ക് സമർപ്പിക്കാനായി ധാരാളം ഉരുപ്പടികൾ എത്തുന്നുണ്ട്. ചെറുതും വലുതുമായ ധാരാളം ഉരുപ്പടികൾ എത്തുന്നുണ്ട്. അതേപോലെ തന്നെ ഇപ്പോൾ നമ്മൾ മാവേലിക്കര അടുത്തപ്പോൾ ഒരു ക്ഷേത്രത്തിലേക്ക് പോകുന്ന കെട്ടുകാഴ്ചയാണിത്. നന്ദികേശനാണ്. എനിക്ക് തോന്നുന്നു പുതിയകാവിലേക്കാണോ എന്നൊരു സംശയമുണ്ട്. പുതിയകാവ് ദേവി ആയതുകൊണ്ട് തന്നെ എനിക്ക് തോന്നുന്നത് പുതിയകാവിലേക്ക് തന്നെയാണ് നന്ദികേശനെ കൊണ്ടുപോകുന്നതെന്നാണ്. അവർ വളരെ എല്ലാവരും ഫുൾ ആക്റ്റീവായിട്ട് നിന്നാണ് ഇനി കൊണ്ടുപോകുന്നതായിട്ട് നമ്മൾ കണ്ടത്. അതുപോലെ തന്നെ വിവിധ ദേവിമാരുടെയും ചമയം നവദേവിമാരുടെ ചമയമാണ്. ഞാനപ്പോൾ ഇവിടെ നിന്ന് ചെന്നോട് ചോദിച്ചപ്പോൾ പറഞ്ഞത് നവദേവിമാരുടെ സങ്കല്പത്തിലുള്ള ചമയമാണ്. ഫ്ലോട്ട് പോലത്തെ അവർ അറേഞ്ച് ചെയ്തത്. അപ്പോൾ നമ്മളിങ്ങോട്ട് തഴക്കര വന്നപ്പോൾ അവിടെ ഒരു വലിയൊരു നന്ദികേശൻ ഇരിക്കുന്ന കണ്ടു. അത് നാളത്തേക്കാണ് തോന്നുന്നു. അതുപോലെ തന്നെ വരുന്തോറും നമ്മൾ ബസ്സിലൊക്കെ കണ്ടത് ധാരാളം തേരും കുതിരയുമായി ഭക്തർ അമ്മയുടെ അടുക്കിലേക്ക് എത്തുകയാണ്. എല്ലാ ദേശങ്ങളിൽ നിന്നും അവരുടെ നേർച്ചയായും അവരുടെ ആഗ്രഹസാഫല്യത്തിനും നേർച്ചയായിട്ടുമൊക്കെ തേരും കുതിരയും കൊണ്ടുവരുന്നുണ്ട്. കെട്ടുകാഴ്ചകൾ പോകുന്നത് കൊണ്ട് തന്നെ വളരെ ട്രാഫിക്കാണ്. അതുകൊണ്ട് നമുക്ക് വണ്ടി പോകുന്നില്ല. നമ്മൾ പല വരികളോടും കയറി ഇറങ്ങി ഇപ്പോൾ ഈരേഴ് വടക്ക് വഴി കയറി നമ്മൾ ഒടുക്കം ക്ഷേത്രത്തിലെത്തിയിരിക്കുകയാണ്. നമ്മളെത്തിയപ്പോൾ അമ്മ ഇവിടെ ഇല്ല, അമ്മ പറയ്ക്ക് പോയിരിക്കുകയല്ലേ. എങ്കിലും നമ്മളുടെ ഒരു ഭാഗ്യം എന്ന പോലെ തന്നെ നമ്മൾ അങ്ങോട്ട് കുറച്ച് കഴിഞ്ഞ് ഇച്ചിരി അങ്ങോട്ട് കഴിഞ്ഞപ്പോഴത്തേക്കും പറയെടുപ്പിനായി എത്തിയിരിക്കുന്നു. അമ്പലത്തിൻ്റെ വടക്കേ വശത്തുള്ളൊരു വീട്ടിൽ അമ്മ പറയെടുത്ത് ക്ഷേത്രത്തിലേക്ക് എത്തുന്ന കാഴ്ചയാണിത്. ഭാഗ്യമെന്ന് തന്നെ പറയണം. കാരണം അമ്മ ഇല്ലാഞ്ഞിട്ടും നമ്മൾ ചെന്നപ്പോഴേ അമ്മയെ കാണാൻ സാധിച്ചല്ലോ എന്നുള്ളതിൽ വളരെ സന്തോഷം. അമ്മ ഇപ്പോൾ നടപ്പന്തലിൽ അമ്മയെ ആനയിച്ചിരുത്തിയിരിക്കുകയാണ്. ഇനി തെക്ക് ഭാഗത്തേക്ക് അമ്മ പറയ്ക്കായി പോവുകയാണ്. ഇപ്പോൾ അമ്മ തെക്ക് ഭാഗത്തേക്കുള്ള പറയെടുക്കുവാനായി അമ്മ ക്ഷേത്രത്തിൽ നിന്ന് തിരികെ പോവുകയാണ്. അമ്മയെ കാണാൻ സാധിച്ചതിൽ വളരെ സന്തോഷം. ഇനി നമുക്ക് കാഴ്ചക്കണ്ടത്തിലേക്ക് ഓരോ കെട്ടുകാഴ്ചകളായി വരുന്നത് കാണാം. ഇപ്പോൾ ഒരു അത്യാവശ്യം വലിപ്പമുള്ള ഒരു കുതിര കടന്നു വന്നുകൊണ്ടിരിക്കുകയാണ്. അതിന് പുറകിൽ ഗജകേസരി എന്നൊക്കെ പറയുന്നൊരു ആന കടന്നു വന്നുകൊണ്ടിരിക്കുന്നു. ഒറിജിനലല്ല, കെട്ടുകാഴ്ചയായിട്ട് സമർപ്പിക്കുകയാണ് അമ്മയ്ക്ക് മുമ്പിൽ ഈ ആനയെ. അപ്പോൾ അമ്മയെ കണ്ടു തൊഴുവാനായി ആനക്കുട്ടി ക്ഷേത്രത്തിലേക്ക് വരികയാണ്. കണ്ടോ, ചെറുതും വലുതുമായി ധാരാളം കെട്ടുകാഴ്ചകൾ ഇവിടെയുണ്ട്. അതായത് നമ്മുടെ മറ്റം വടക്ക് കരയുടെ മാതൃകയിലുള്ള ഹനുമാനും പാഞ്ചാലിയും ഇപ്പോൾ ആ ആനയെ ക്ഷേത്രത്തിൽ തൊഴിയിപ്പിക്കുകയാണ്. എന്നിട്ട് തുറന്ന് കാഴ്ച കണ്ടതിലേക്ക് ഇറക്കുവാനാണ്. അപ്പോൾ ഇവിടെ ഭയങ്കര ജനത്തിരക്കാണ്. കാരണം കുംഭഭരണിയെ പോലെ തന്നെ കുംഭഭരണിക്കാട്ടിൽ കൂടുതൽ ജനങ്ങൾ ഒഴുകി എത്തിക്കൊണ്ടിരിക്കുകയാണ്. അതുകൊണ്ട് തന്നെ അനൗൺസ്മെൻ്റൊക്കെ ആയിട്ട് നടക്കുന്നു. നമ്മൾ ആഭരണങ്ങൾ സൂക്ഷിക്കണം, പേഴ്സ് സൂക്ഷിക്കണം, അങ്ങനെ. അപ്പോൾ നമ്മുടെ കാഴ്ചക്കണ്ടത്തിലേക്ക് കെട്ടുകാഴ്ചകൾ നിറഞ്ഞു തുടങ്ങിയിരിക്കുന്നു. വലുതും ചെറുതുമായ ഇഞ്ചോടിഞ്ചും വലിപ്പമുള്ള തേരും കുതിരയുമാണ് ഇത് മൂന്നും. തേര് അങ്ങേറ്റത്തൊരു തേരും 2 കുതിരയും. ഇപ്പോൾ നമ്മുടെ ഇവിടെ ഏറ്റവും കൂടുതൽ എനിക്ക് തോന്നുന്നു ഇപ്പോൾ തേരാണ് ഉള്ളത്. തേരല്ല, കുതിരയാണ് ഇപ്പോൾ ഏറ്റവും കൂടുതലുള്ളത്. ഇപ്പം പൊതുവേ ഞാൻ നോക്കിയിട്ട് വന്നതിൽ നമ്മുടെ അമ്മയെ തൊഴിപ്പിച്ച ആന കുതിരകളുടെ 2 പേരുടെയും ഇടയ്ക്ക് നിലയുറപ്പിച്ചിരിക്കുകയാണ്. കണ്ടിട്ട് മുഖത്തിൻ്റെ ഇതൊക്കെ കണ്ടിട്ട് തൃക്കടവൂർ ശിവരാജുവിൻ്റെ ഒരു ഘട്ടമുണ്ട്. അപ്പോൾ നമ്മളിങ്ങനെ എനിക്കിപ്പോൾ തോന്നുന്നു ശരിയാണ്, കൂടുതലും കുതിരകളും ആണെങ്കിലും തേരും ഒട്ടും കുറവില്ല. അങ്ങനെ അവർ നമ്മുടെ ഇവിടെ ഒരു കുതിരയുടെ ചുവട്ടിൽ അവർ അമ്മയെ സ്തുതിച്ചു കൊണ്ടുള്ള പാട്ട് പാടുകയാണ്. അതേപോലെ തന്നെ ഓരോ കെട്ടുത്സവങ്ങളും വളരെ ഭംഗിയോടെയാണ് അവർ അമ്മയ്ക്ക് മുമ്പിൽ എത്തിച്ചിരിക്കുന്നത്. കണ്ട ഒരു കൊച്ചു കുതിര, അതേപോലെ തന്നെ ഭക്തരെല്ലാം വിളക്കിപ്പോൾ കത്തിച്ച് വെച്ചിരിക്കുകയാണ്. ഏതാണ്ട് കുറച്ച് കഴിയുമ്പോഴേക്കും
അമ്മ ഈ കെട്ടുകാഴ്ചകളുടെ മുമ്പിലേക്ക് എഴുന്നള്ളും. അപ്പോൾ അമ്മയെ സ്വീകരിക്കാനായിട്ടാണ് അവർ വിളക്കുകളൊക്കെ കത്തിച്ചിരിക്കുന്നത്. അമ്മ ഇപ്പോൾ തെക്ക് ഭാഗത്തെ പറയെടുപ്പിന് ശേഷം പോള വിളക്കിൻ്റെ അകമ്പടിയോടെ ക്ഷേത്രത്തിലേക്ക് എത്തും. ഇതാണ് നമ്മുടെ മറ്റം വടക്കിൻ്റെ മാതൃകയിലുള്ള ഹനുമാനും പാഞ്ചാലിയും ചെറുത്. അങ്ങനെ നമ്മുടെ കെട്ടുകാഴ്ചകൾ അങ്ങനെ കണ്ട് തീരുന്നില്ല. അതാണ്ട് വലിയൊരു ഹനുമാൻ്റെ കെട്ടുകാഴ്ചയാണ്. അതുപോലെ തന്നെ കെട്ടുകാഴ്ചയ്ക്ക് പുറമെ കച്ചവടവും ഏറെയുണ്ട്. തന്നെയുണ്ടോ ചോള ഇവിടെ പൊരിക്കുകയോ ഏതാണ്ടൊക്കെ ചെയ്യുന്നു. കച്ചവടമൊക്കെ കുറവാണ്. കാരണം കച്ചവടക്കാരില്ല. മോൻ്റെ കടകൾ, നമ്മുടെ ബജ്ജിയുടെ കട ഒരുപാടുണ്ട്. പിന്നെ ചെറിയ ചെറിയ ആൾക്കാരുടെ ചെറിയ ചെറിയ പലഹാര കടകൾ, കുലുക്കി സർബത്ത്, ചാങ്സ് കുലുക്കി സർബത്ത്, അവർ ഡാൻസൊക്കെ കളിച്ച് അതിൻ്റെ വീഡിയോ എടുക്കാനെത്തില്ല. അതിൻ്റെ ഇടയ്ക്ക് ഒരു പുള്ളിക്കാരൻ വന്ന കപ്പലണ്ടിയൊക്കെ വാരത്തി നിന്നുണ്ട്. വളരെ അത്യാവശ്യം നല്ല കച്ചവടമുണ്ട്. ഐസ്ക്രീം ഷോപ്പാണെങ്കിലും ഫാൻസീസ് ആണെങ്കിലും അതുപോലെ തന്നെ ഫുഡ് കോർട്ട്, അങ്ങനെ വലിയ ഫുഡ് കോർട്ട് ഇല്ലെങ്കിലും ഇടത്തരം. പിന്നെ സ്നാക്സ്, അങ്ങനെ ഇപ്പോൾ ഇവിടെ ഒരു ഹമ്മ ഹോട്ടലിൽ വന്ന് നല്ല ഫുഡാണ് ആൾക്കാർക്കൊക്കെ. കാരണം വെജിറ്റേറിയനാണ്. കാരണം അമ്മയുടെ അടുത്ത് വരുന്നുണ്ട്. അമ്മ ഇപ്പോൾ തെക്കേക്കരയിൽ നിന്ന് വന്ന് ക്ഷേത്രത്തിൻ്റെ ഉള്ളിലേക്ക് കയറിയിട്ട് അമ്മയെ ഇപ്പോൾ പോളവിളക്കിൻ്റെ വടക്കേ കരയിലെ പോളവിളക്കിനെ എഴുന്നള്ളിക്കാനായിട്ട് ശ്രീലകത്തു നിന്ന് അമ്മയെ വെളിയിലേക്ക് ആനയിക്കുകയാണ്. അമ്മ ശ്രീലകത്തു നിന്ന് പുറത്തേക്ക് ഇരുന്നള്ളുന്ന മനോഹര കാഴ്ചയാണ് നമ്മൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. തുടർന്ന് നമുക്കത് കാണാം. അമ്മ പോളവിളക്കിൻ്റെ അകമ്പടിയോടെ തിരിച്ചെഴുന്നള്ളാനായി വടക്കേ ഭാഗത്തേക്ക് പൊയ്ക്കൊണ്ടിരിക്കുകയാണ്. തുടർന്ന് നമുക്ക് അമ്മ തിരിഞ്ഞ് മുടിച്ചു വരുന്നതും മറ്റ് പോളവിളക്കിൻ്റെ ദൃശ്യങ്ങളൊന്നും അനുകൂലമായി പങ്കുവയ്ക്കാം. പോളവിളക്കിൻ്റെ അകമ്പടിയോടെ അമ്മ തിരിച്ചെഴുന്നള്ളുന്ന അത്യനിർഭരമായ കാഴ്ചയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. ഇതിൻ്റെ അകമ്പടിക്ക് ശേഷം അമ്മ ശ്രീലകത്തേക്ക് മടങ്ങുകയാണ്. ശ്രീലകത്തേക്ക് അമ്മ തിരിച്ച് പോകുന്നതിൻ്റെ വീഡിയോയാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ ശ്രീലകത്തേക്ക് മടങ്ങുകയാണ്. ഉടൻ തന്നെ അമ്മ പുറത്ത് ഇറങ്ങുകയാണ്. അമ്മ ശ്രീലകത്തേക്ക് പോയ ശേഷം ഉടൻ തന്നെ അമ്മ ശ്രീലകത്തിൽ നിന്ന് പുറത്തിറങ്ങിയിരിക്കുകയാണ്. ഇനി അമ്മ കാഴ്ചക്കണ്ടത്തിലേക്ക് പോകുവാനായിട്ടാണ് അമ്മ പുറത്തിറങ്ങിയിരിക്കുന്നത്.
3 പ്രദക്ഷിണത്തിന് ശേഷം അമ്മ കാഴ്ചക്കണ്ടത്തിലേക്ക് കാണാൻ പറ്റാത്തവർ അപ്പോൾ അതൊക്കെ നിങ്ങൾക്ക് ഇതിലൂടെ കാണാം. നിങ്ങൾക്ക് ഇത് പ്രയോജനപ്പെട്ടിട്ട് അമ്മ കളിച്ച ശേഷം ഇപ്പോൾ നാലിൻ്റെ ഭാഗത്തേക്ക് അമ്മ ഗീത കളിക്കാനായി അമ്മ എഴുന്നള്ളുകയാണ് ആൽബർട്ടിൻഷനിലേക്ക്. അതിനുശേഷം അമ്മ കാഴ്ച കണ്ടതിലെത്തി എല്ലാ കെട്ടുകാഴ്ചകളുടെയും മുന്നിലേക്ക് എഴുന്നള്ളും. അമ്മ കാഴ്ചക്കണ്ടത്തിലെ എല്ലാ കെട്ടുകാഴ്ചകളുടെയും മുമ്പിലേക്ക് പോകുന്നതിൻ്റെ ദൃശ്യം നമുക്ക് എടുക്കാൻ സാധിച്ചില്ല. അതുപോലെ ജനത്തിരക്കാണ്. ഇപ്പോൾ അമ്മയുടെ സഹോദരിയായ ജ്യേഷ്ഠത്തിയായ കൊടുങ്ങല്ലൂരിനെ കാണുവാനായി കൊടുങ്ങല്ലൂരിലേക്ക് പോകുവാൻ ഒരുങ്ങുകയാണ്. മേൽശാന്തിയായ ോട് അനുവാദമൊക്കെ ചോദിച്ച് തിരുവാഭരണം ഭക്തർക്കെല്ലാം കാണാം. അമ്മ കൊടുങ്ങല്ലൂരിൽ നിന്ന് തിരികെ എത്തിയ ശേഷം ഇപ്പോൾ ഇത് മീനഭരണി ദിവസം വെളുപ്പിനെയുള്ള ദൃശ്യമാണ് നിങ്ങൾ കണ്ടുകൊണ്ടിരിക്കുന്നത്. അമ്മ കൊടുങ്ങല്ലൂരിലേക്ക് മടങ്ങുന്ന ഭക്തി നിർഭരമായ കാഴ്ച.